തിരുമേനികൾക്ക് അധികാരം ഒന്നുമില്ല. ആരുടെയും മേൽ യാതൊരു മേൽക്കോയ്മയുമില്ല. ഒരു സത്യ ദൈവത്തെ പറയുകയും അടിമാസന്ധകളുടെ ഇടയിൽ അടിമാവർഗങ്ങളുടെ ഇടയിൽ എന്തുകൊണ്ട് ദൈവം ഉണ്ടായില്ല? അതിന് ആർക്ക് വേണമെങ്കിലും സമാധാനം പറയാം, അതിന് ആർക്ക് വേണമെങ്കിലും തർക്കിക്കാം. ഇസ്രായേലിൽ പോലും 430 സംവത്സരമേ അടിമയായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ 30 സംവത്സരം അടിമയായപ്പോൾ ഇസ്രായേലിനിടയിൽ സർവ്വവല്ലഭനായ ദൈവം ശരീരമെടുത്തു. ഒരു ശരീരമല്ല, 62 ശരീരങ്ങൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് 2000 വർഷമായി 1994 വർഷവും സുധാകരൻ വരെ ഇവിടെ അടിമയാണ്. 12 സുധാകരൻ വരെ ഇവിടെ അടിമയാണ്. അവൻ മന്ത്രിയായതുകൊണ്ട് പ്രയോജനമില്ല. ഈ രാജ്യം നമ്മുടേതാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച വിദ്യാഭ്യാസമില്ലാത്ത നമ്മുടെ അമ്മമാരും അപ്പന്മാരും കടന്നുപോയി. അത് നമ്മുടെ രാജ്യമെടാ, ഭാരത രാജ്യമെടാ, അത് നമ്മുടെ രാജ്യമെടാ. അങ്ങനെയാണെങ്കിൽ നരസിംഹറാവും കരുണാകരനുമെല്ലാം വേഗം മാറിക്കൊള്ളണം. അത് നമ്മുടെ രാജ്യമെടാ, രാജ്യമെടാ, അത് നമ്മുടെ രാജ്യമെടാ. അതുകൊണ്ടാണ് തിരുമേനികൾ നമ്മൾ സംവരണം വാങ്ങണ്ട എന്ന് നമ്മോട് പറയുന്നത്. ഇവർക്ക് സംവരണം തരുവാൻ അവകാശമില്ല. അന്ത്യോക്യ, ഫിലിപ്പ്, റോമൻ, കോങ്കണം, ബ്രിട്ടീഷ്, ടൈഗ്രീസ് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും കുടിയേറി പാർത്ത ആളുകളുടെ ഗവൺമെന്റ് ആണ് ഇവിടെ ഉള്ളത്. അടിസ്ഥാന വർഗങ്ങളുടെ ഗവൺമെന്റ് ഇവിടെ ഇല്ല. ഇന്നല്ലെങ്കിൽ നാളെ രാജ്യം പിടിച്ചെടുക്കും. അതിന് മാറ്റമില്ല. അതിനുള്ള സംരംഭമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് തിരുമേനികൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവനും ശരീരവും തരാമോ? അങ്ങനെയുള്ളവർ മാത്രം വരട്ടെ. അല്ലാതെ തിരുമേനികളെ ഉപദ്രവിക്കാതെ പൊയ്ക്കൊണ്ടാൽ മതി. പറയുന്നത് സ്വീകരിച്ചേ പറ്റും. അങ്ങനെ ഭാരത സാമ്രാജ്യത്തിലെ ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും എല്ലാം അടിമസന്ധകളുടെ വകയാണ്. നരസിംഹറാവുനും കരുണാകരനും ആർക്കും ഒന്നിവിടെ പറയാൻ അധികാരമില്ല. നിങ്ങളുടെ സംവരണം അടിമസന്ധതകൾക്ക് വേണ്ട. അതാണ് തിരുമേനികൾ പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ ദേശങ്ങളിലേക്ക് പോയിക്കൊള്ളണം. നിങ്ങൾക്കിവിടെ ഭരിക്കുവാൻ അവകാശമില്ല. ഈ ജനിച്ച മണ്ണ് നിന്റെ വകയല്ല.
അതാണ് അതിന്റെ വിഷയം. ഇത് നക്സലൈറ്റുകാർ പറയുന്ന കാര്യമല്ല തൃപ്പാദങ്ങൾ പറയുന്നത്. അടിസ്ഥാനമായ തൊഴിലാളികളുടെ മുന്നേറ്റത്തിൽ ഭൂരിശ്വാസികളുടെ നേതൃത്വം പൊളിഞ്ഞ് പാളിസായി പോകും. അടിസ്ഥാനവർഗമാകുന്ന തൊഴിലാളികളുടെ മുന്നേറ്റത്തിൽ ബൂർഷ്വാവർഗങ്ങൾ പൊളിഞ്ഞു പാളിസായി പോകും. അങ്ങനെയാണെങ്കിൽ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിട്ടില്ല. പകൽ പറഞ്ഞതുപോലെ നെഹ്റുവിന്റെ പിതാവ് ഇന്ത്യ വിലയ്ക്ക് വാങ്ങുവാൻ വിലയ്ക്ക് ചോദിച്ചു. ഇന്ത്യയെ വിലയ്ക്ക് വാങ്ങുവാൻ വിലയ്ക്ക് ചോദിച്ചു. എങ്ങനെ ഇരിക്കുന്നു? എവിടെയാണ് മോട്ടിലാൽ നെഹ്റു? എവിടെയാടാ നെഹ്റു? എവിടെ ഇന്ദിരാഗാന്ധി? എവിടെ സഞ്ജയ് ഗാന്ധി? എവിടെ രാജീവ് ഗാന്ധി? പറ്റിയില്ല. ഞങ്ങളുടെ പിതാക്കന്മാരുടെ സങ്കട ശബ്ദം നിന്റെ പുറകെ സഞ്ചരിക്കുന്നു. അത് ഞാൻ വെറുതെ വിട്ടിട്ട് പോകില്ല. അത് തിരുമേനികൾ വെറുതെ വിട്ടിട്ട് പോവുകയില്ല. എനിക്ക് 68 വയസ്സായി. തിരുമേനികൾക്ക് 68 വയസ്സായി. ഇനി ഒരു ദിവസം പോലും ജീവിച്ചില്ലെങ്കിലും സങ്കടമില്ല. എന്റെ ശബ്ദം തെക്കേ ഇന്ത്യയിലെ മുഴുവൻ അടിമകളുടെ മനസ്സിലും കയറിയിട്ടുണ്ട്. തിരുമേനികളുടെ ശബ്ദം തെക്കേ ഇന്ത്യയിലെ മുഴുവൻ അടിമ സമൂഹങ്ങളുടെ മനസ്സുകൾ കയറി.